പൊന്നാനിന്റെ ഭാര്യ എന്ന നിലയിൽ അറിയപ്പെടുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അതുകൊണ്ട് തന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കരുത്. കാരണം ബ്ലോഗർമാർ പെറ്റുപെരുകിയ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് എന്ത് പ്രസക്തി എന്നുള്ളതാണ്. അതും ഇപ്പോൾ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ കാറിനകത്ത് ഇരിക്കാൻ പറ്റാത്ത എന്നെ കാറിനകത്ത് കൊടുന്ന് ഇരുത്തിയതിന് എൻ്റെ കെട്ടികൾക്ക് വലിയൊരു ഭർത്താവാണ് ഞാൻ. പക്ഷെ ഫിസിക്കലി ഞാൻ അൺഫിറ്റ് ആണ്. അരക്കിക്ക് പോട്ട് പാതി ചത്തവനെ പോലെ സെഞ്ചൊന്നും അടിക്കണ്ട. പക്ഷെ എന്റെ ഉമ്മ അത് വെച്ചിട്ട് എന്റെ ഉമ്മാന്റെ മോളെന്നാണ് ഞാന്. അതൊക്കെ ഉമ്മാനെ തല്ലി പറഞ്ഞു. അല്ല കൊട്ടിക്കോശി തന്നെ കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് നമ്മൾ ഓർമ്മ ഉണ്ടാവും. റൂമിൽ നിൽക്കുമ്പോ എന്റെ ഫ്രണ്ട് പറയാനുള്ളത് എന്താണ്, എനിക്ക് എന്റെ ആഗ്രഹം സഫലീകരിക്കാൻ എന്റെ കൂടെ ഒന്ന് നിൽക്കുക. കാരണം വ്ളോഗർ നഫീസായുടെ പൊട്ടത്തരങ്ങളൊന്നല്ല കേട്ടോ, വേടന് 1.5 മുതലാണ്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കർമ്മന്റെ തീരത്താണ്. ഞാനല്ല കേട്ടോ, ഞങ്ങള്. അപ്പൊ ഞാനും ഫൈസൽക്കും കൂടി എല്ലാ ദിവസവും വൈകിട്ട് ചാവടിക്ക് ഇറങ്ങാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്നും അതുപോലെ ഞങ്ങൾ പതിവ് തെറ്റിച്ചില്ല, ഞങ്ങൾ ചാവടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ്. അപ്പൊ ഫൈസൽക്ക് നല്ല പഴംപൊരിയും ചായയും കുടിക്കണേ. ഞാനത് ഒരു ഓർലിക്സും കൂന്തള നിറച്ചതും തിന്നിട്ടിരിക്കാണ്. അപ്പൊ ഇങ്ങനെ കുറച്ചു നേരം എന്താ പറയാ, പിന്നെ കൂടുതൽ ഞാനും ഫൈസൽക്ക് കൂടുതൽ സംസാരിക്കുക ഇതേപോലെ കർമ്മയിലൊക്കെ വന്നു കഴിഞ്ഞാല് വണ്ടിയിൽ നിന്നൊക്കെയാണ് കൂടുതൽ സംസാരിക്കുക. എന്ത് പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കുമ്പോൾ സംശയങ്ങൾ പലതും ചോദിച്ചിട്ട് സംശയ നിവാരണം ചെയ്യൽ ഞങ്ങൾ വണ്ടിയിൽ നിന്നാണ്. അപ്പൊ എന്താ പറയാ, ഞാൻ ഇന്ന് ഫൈസൽ ഖാനോട് എനിക്ക് ഭയങ്കര സംശയം. ഞാൻ കുറെ ദിവസമായിട്ട് ഫൈസൽ ഖാനോട് ചോദിക്കും. അപ്പൊ ഞാൻ ഫൈസൽ ഖാനോട് പറഞ്ഞു, എനിക്ക് ഇതിനെ കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ തന്നു കഴിഞ്ഞാൽ എനിക്കൊരു കണ്ടന്റ് ആയിട്ട് ഉപയോഗിക്കായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വേടനെ കുറിച്ചിട്ടാണ് അറിയേണ്ടത്. എല്ലാരും വേടനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, വേടന് കഞ്ചാവിനെ കുറിച്ച് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താ സംഭവം? വേടൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു പാട്ടുകാരനാണ്, അത്ര മാത്രമേ. അതെനിക്കറിയില്ല. വേടൻ എനിക്കും അറിയില്ല കൂടുതലൊന്നും, സത്യം പറഞ്ഞു കഴിഞ്ഞാല്. സത്യം വേടൻ അടിച്ചമർത്തപ്പെട്ടതിന്റെ ശബ്ദമാണ്, ഒറ്റ വാക്കി പറഞ്ഞ. അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദം അച്ചടി സാഹിത്യയിലെ ഈ അരികുവൽക്കരിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമുണ്ട്. ജാതി മുന്നേ ഈ കറുപ്പിനോട് കാണിക്കുന്ന ഒരു വിവേചനമുണ്ട് എപ്പോഴും. എന്തിനു പറഞ്ഞത് നമ്മളിപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തു തുടരുന്നുണ്ട്. നമ്മളിപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മരണം നടന്ന, ഒരു അനുശോചനം നടന്നപ്പോൾ വലിയ നേതാക്കൾ നമ്മൾ ആദ്യം അതിന്റെ പ്രതീകമായിട്ട് ഒരു കറുത്ത കൊടിയാണ് അവിടെ അല്ലെ വെക്ക. അപ്പൊ കറുപ്പ് എപ്പോഴും സങ്കടത്തിന്റെ ദുഃഖത്തിന്റെയും എന്താ ഒരു ഭാവമാണ്, പ്രതീകമാണ്. അല്ലെങ്കിൽ വെളുപ്പിനെ എപ്പോഴും എന്താ ശാന്തിയുടെ സമാധാനത്തിന്റെ ഒക്കെ ഇതിലേക്ക് കൊണ്ടെത്തിച്ചു വെച്ചിരിക്കുന്നത്. വേടൻ അന്നു മുതലേ പാട്ടും പറച്ചിലൂടെ തന്റെ ഇത്തരം ഈ വിവേചനത്തെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് വേടൻ. ഈ എന്താ പറയാ, കൊറേ കാലായോ ഈ സോഷ്യൽ മീഡിയയിൽ വേടൻ കൊറേ കാലായി. വേടനെ നമ്മള് പാട്ട് നന്നായി ശ്രദ്ധിക്കുന്നോണ്ട് നമ്മള് കേൾക്കാൻ തുടങ്ങിയിട്ട് വേടനെ കുറെ ആയി. വേടൻ അഡ്രസ് ചെയ്യപ്പെട്ടു തുടങ്ങിയത് എന്തിനും അതിന്റെ ഒരു സമയമുണ്ട് ദാസാന്ന് പറഞ്ഞാല്. വേടൻ ഇപ്പോഴാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വേടന് കഞ്ചാവിന്റെ കേസിൽ പിടിച്ചെന്ന് പറഞ്ഞപ്പോ വേടൻ എന്ന് പറഞ്ഞ സംഭവം അന്ന് നമ്മൾ എറണാകുളത്ത് പോകുമ്പോ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അത് ഡാപ്സിനെ അറിയില്ല, ഡാപ്സിയാന്നാ സത്യം പറയലേക്കറിയില്ല. അടിപൊളി. വേടനും ശിവയിലും ശ്യാമും പറഞ്ഞപ്പോഴാണ് ഈ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വേടനെ മയക്കുമരുന്ന് കഞ്ചാവിൽ ഇതിൽ പിടിച്ചു പിടിച്ച് എന്ന് പറയുന്നതാ. പക്ഷെ അന്ന് മുതൽ എനിക്ക് വേടനെ കുറിച്ചിട്ട് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതാണ് ഞാൻ ഫൈസൽ ഖാനോട് ചോദിച്ചത്. എന്താണ് വേടനെ കുറിച്ച്? വേടനെ ഇപ്പൊ എല്ലാരും ആഘോഷിക്കുന്നത് എന്താണ്? വേടൻ പറഞ്ഞു വെക്കുന്ന വാക്കുകൾക്ക് അത്രയും മൂർച്ചയുള്ളതുകൊണ്ടാണ്. വേടന്റെ ഓരോ വരികളും അവൻ ജീവിച്ചു വളർന്നു വന്ന സാഹചര്യങ്ങളുണ്ട്, അത് പറഞ്ഞു വെക്കുന്നുണ്ട് വേടൻ. പാട്ടിന്റെ വരികൾ ഭയങ്കര പവർഫുൾ ആണ്. പക്ഷെ പലപ്പോഴും ഈ മെലഡി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റാപ്പ് സംഗീതത്തോട് വിയോജിപ്പാണെന്നുള്ളത്. നമ്മള് റാപ്പിന്റെ ഏത് കലയ്ക്കും അതിന്റേതായ ഒരു സൗന്ദര്യമുണ്ട്. അതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വേടൻ ഇപ്പം കാമുകിനെ കുറിച്ചിട്ട് ഒരു പാട്ടൊക്കെ എഴുതിയില്ലേ? നിങ്ങൾ എന്നെ കുറിച്ചിട്ട് ഇതുവരെ പാട്ട് എഴുതിയ? അതൊരു മറ്റേ കമ്പയർ ചെയ്യല്ലേ വേടൻ പറഞ്ഞു വെക്കുന്ന. ഞാൻ എന്നെ കുറിച്ച് പാട്ട് ചെയ്തിട്ടില്ല. തെറ്റായ ഒരു പാട്ട്, പാവമാണെന്റെ പെണ്ണ്, പാവം എടുത്ത് മാറ്റേണ്ടി വരും. വിഷയത്തിലേക്ക് ഒരു കുട്ടിയെ എന്താ പറയാൻ വന്ന വേടനല്ലേ, ഇങ്ങനെ മാറ്റി പറയല്ലേ. വേടനല്ലേ നമ്മളെ വിഷയം.
വേടൻ എന്താ പറഞ്ഞെന്ന്? അപ്പൊ വേടന് ഇതാണ്, വേടൻ ആത്യന്തികമായി പറഞ്ഞു തന്നെ അടിച്ചമർത്തപ്പെട്ട് നമ്മൾ പണ്ട് മുതലേ ഇതിനെതിരെ, ജാതീയതയ്ക്കെതിരെ, തൊലിയുടെ ഈ വർണ്ണവിവേചനത്തിനെതിരൊക്കെ സംസാരിച്ചു മടുത്ത് മിണ്ടാതിരിക്കുന്നവന്റെ അത്യുച്ചത്തിലുള്ള ശബ്ദമാണ് ഇപ്പോൾ. അതായത് അതൊക്കെ പറഞ്ഞ് മടുത്ത് അതിനെതിരെ പ്രതികരിച്ചവരൊക്കെ ഇപ്പൊ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരേ ഒരു ശബ്ദമാണ് ഇപ്പോൾ വേടൻ. പലരും പറഞ്ഞു മടുത്ത് പഴകിയ ഒരു വിഷയത്തെ വീണ്ടും എടുത്ത് വേടൻ തൻ്റെ വരികളിൽ, അത് കലയ്ക്ക് അങ്ങനെ ഒരു പവറുണ്ട്. ഇപ്പൊ കലയിലൂടെ പറഞ്ഞു വെക്കുമ്പോൾ വേടൻ സ്റ്റേജിലിരിക്കുമ്പേ ഇങ്ങനെ ആദ്യം അവൻ എഴുതിയ വരികൾ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകും. അതിനകത്ത് ആ പറഞ്ഞു പോയിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഹേമന്തേ എന്ന് പറയും. തൻ്റെ പ്രോഗ്രാം മറ്റേ ഇത് ചെയ്യുന്ന ആളാണ്. അപ്പൊ ആ ഒരു മെലഡിയിൽ ഇങ്ങനെ അതിന്റെ ബാക്കിങ് കൊടുക്കും ഇങ്ങനെ. എന്നിട്ട് അതിലാണ് പറയേണ്ട വിഷയങ്ങൾ. അപ്പൊ അതിൻ്റെ വല്ലാത്തൊരു പവറാണ്. അതാണ് സംഗീതത്തിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. മനസ്സിലായി? പാട്ടും പറച്ചിലും എന്ന് പറഞ്ഞു വെക്കുമ്പോൾ വെറും പറച്ചിലും മൈക്കിലൂടെ വിളിച്ചു പറയുമ്പോൾ കിട്ടുന്നതിനേക്കാൾ 100 ഇരട്ടി സംഗീതത്തിലൂടെ പറഞ്ഞു വെക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതാണ് കലയ്ക്കുള്ള പവർ. അതാണ് വേടൻ ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നത്. പല രാഷ്ട്രീയ, ഇപ്പോൾ നമ്മളെ എന്താ പറയുക, സമകാലിക പല രാഷ്ട്രീയ വിഷയങ്ങൾക്കിടയിലും വേടൻ മാത്രം ഇങ്ങനെ നിലനിന്ന് പോകുന്നത്, മറ്റേതൊക്കെ മുങ്ങിപ്പോയതിൻ്റെ കാരണവും വേടൻ പറഞ്ഞു വെക്കുന്ന എന്തിനേറെ പറഞ്ഞ കാമുകിക്കെതിരെ കാമുകിക്ക് വേണ്ടി എഴുതിയ പാട്ടിൽ പോലും വേടന്റെ രാഷ്ട്രീയം പറയുന്നു. അതാണ് വേടൻ. കടലിന്റെ മക്കള് കേട്ടിട്ടില്ലേ? കടലമ്മ കരഞ്ഞല്ല പറ്റത്, കണ്ണീരെല്ലാം ചെറിയ കുട്ടികളൊക്കെ അത് പാടി നടക്കുമ്പോ എന്ത് പാട്ട്. ചെറിയ കുട്ടികളൊക്കെ വേടന്റെ ശൈലിയെ ഇഷ്ടപ്പെടുന്ന, ആ പാടുന്നത്, വേടന്റെ ആറ്റിറ്റ്യൂഡൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷെ കുട്ടികൾക്ക് അതിന്റെ രാഷ്ട്രീയം അറിയില്ല. കുട്ടികള് ആ വരികളുടെ പവർ അറിയില്ല. അതിന്റെ സൗന്ദര്യം ഇത്തരത്തിൽ അതിന്റെ ആസ്വാദികരമാവുന്നത് ഈ സംഗീതത്തിന്റെ മേമ്പടിയിൽ റാപ്പിന്റെ സ്വഭാവത്തിൽ അത് അവതരിപ്പിക്കുമ്പോഴാണ്. റാപ്പിന്റെ മൂഡിൽ പറയുന്നതിനേക്കാളും അവതരിപ്പിക്കും. കടലമ്മക്കൊക്കെ അതിനൊരു സംഗീതത്തിന്റെ താളമുണ്ട്. അപ്പോഴാണ് ആ പാട്ട് ഹൃദയത്തിലേക്ക് കയറി വരുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതാണ്, കലയ്ക്കും സംഗീതത്തിനും അതിൻ്റെതായ ഇടമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതിന് വല്ലാത്തൊരു പവറുണ്ട് സംഗീതത്തിന്. വേടൻ നമ്മളുടെ ഇടയിൽ ഇനിയും ഉണ്ടാവും, പല വേടന്മാരുണ്ടാവും. കറുപ്പിനെതിരെ കറുപ്പിന്റെ രാഷ്ട്രീയം പറയാനായിട്ട് വേടന്മാര് ഇനിയും ഓനിപ്പോ ഇങ്ങനെ ആയതിനു ശേഷമാണ് ഈ വേടൻ ആരാണെന്ന് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഇവിടെ തുറന്നാലും വേടൻ ആ ഒരു സംഭവം. അപ്പൊ എന്താ പറയാ, അവന്റെ 2-3 പാട്ടുകൾ ഞാൻ കേട്ടിട്ട്. അപ്പൊ അനൂപ് മേനോനായിട്ടുള്ള ഒരു ഇന്റർവ്യൂ, അദ്ദേഹം എന്ന് പറയാനുണ്ടോന്നാ എങ്ങനല്ലേ നമ്മളെ ഒരു ഇതൊക്കെ വെച്ചിട്ട്. ഇപ്പൊ ഞാൻ ഒരു കാര്യം കേൾക്കട്ടെ, മമ്മൂട്ടിന്നല്ലേ അങ്ങനെ ആ അർത്ഥത്തിലാ. പക്ഷെ നമുക്ക് ഇതുണ്ടോ, ബഹുമാനക്കുറവുണ്ടോ? എന്നാലും ഇതിനകത്തൊരു ഇവിടെ ഓന് അപ്പോഴും ആളുകൾ സംശയിക്കും, അവൻ കറുത്തതിന്റെ പേരിലല്ലേ, അവന്റെ ജാതി ഒരു പ്രശ്നമായതിന്റെ പേരിലല്ല, അവൻ കീഴ്ജാതിക്കാരനായതിന്റെ പേരിലല്ലേ. ഓന് നല്ലവനാണ്, അവൻ കറ തീർന്നൊരു കലാകാരനാണ് അദ്ദേഹം വേടൻ അല്ലേ. ആത്യന്തികമായി വേടൻ ഇനിയും ഒരുപാട് നല്ല എന്താ പറയാ പവറുള്ള വരികൾ ഇങ്ങനെ കേൾക്കുമ്പോ അങ്ങനെ നമുക്കിങ്ങനെ കോരിത്തരിക്കുന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് അന്നേരം തോന്നുന്ന റൊമാൻറ്റിഫിക്കേഷന് അപ്പുറത്തേക്ക് അത് ആത്യന്തികമായി ആ വരികൾക്ക് ജീവൻ ഉണ്ടാവണം. പിന്നീട് കേൾക്കുമ്പോഴും അതിനകത്ത് അതിന്റെ അർത്ഥം, അതിൻ്റെ ഇതൊക്കെ സമൂഹത്തിനെ എന്താ പറയാ, ഈ നമ്മളെ വെബ് സീരീസിലും നമ്മളെ സിനിമ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുക, നമ്മൾ മൺമറിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കല എന്ന് പറഞ്ഞത് കലയ്ക്ക് അങ്ങനെ ഒരു പവർ ഉണ്ട്. നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുക, നമ്മളുടെ ഒരു സിഗ്നേച്ചർ അതിനകത്ത് ഉണ്ടായി കഴിഞ്ഞാലേ നമ്മളുടെ അസാന്നിധ്യത്തിൽ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഓർത്തെടുക്കാൻ കലയ്ക്ക് പറ്റും. ഒരു കലാകാരന്റെ ഏറ്റവും വലിയ ഒരു കലാകാരനായി കഴിഞ്ഞാൽ അങ്ങനൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഇനിയിപ്പോ ഞാൻ എപ്പോഴും നമ്മളെ സുഹൃത്തുക്കളോട് പറയുന്ന ഒരു കാര്യം എന്താ, സുഹൃത്തുക്കളെ നമ്മളെ അതായത് നമുക്ക് ചുറ്റുമുള്ളവരുടെ ഉള്ളിൽ നമ്മളിങ്ങനെ നല്ല പുഞ്ചിരിയോടെ നമ്മൾ അവരുടെ ഹൃദയത്തിനകത്ത് ഉണ്ടെങ്കിലല്ല, നമ്മുടെ അസാന്നിധ്യത്തിലും കാലശേഷം നമ്മൾ മരിച്ചു മണ്ണടിഞ്ഞാലും അവരുടെ ഹൃദയത്തിൽ നമ്മൾ ജീവിച്ചിരിക്കണം. അതിന് നമ്മളുടെ സ്വഭാവം നന്നാക്കിയാൽ ദുനിയാവിൽ എത്ര ആൾക്കാരുണ്ടാവും, ഈ ഇപ്പൊ എത്ര ആളുണ്ട് ഒരാളെ മനസ്സിലുണ്ടാവുന്ന എനിക്കൊരു തോന്നലില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാല്
നബീസ എന്ന് ഇവളെ വീട്ടുകാർ വിളിക്കുന്ന നഫീസത്തുൽ മിസരിയാണ്. യഥാർത്ഥ പേര് അതാണ്. നബീസ ഇവിടെ ഇല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ആ ഇട്ടാവട്ടത്ത് മാത്രം ഒതുങ്ങി കൂടണ്ട ഞാന് ആ കോയിപ്ര നിന്റെ നാടിനെയും കൂടെ അഡ്രസ് ചെയ്യിപ്പിക്കപ്പാ. എന്റെ നാട് കോയിപ്ര. ആ കോയിപ്രയില് ആ ഇട്ടാവട്ടത്ത് മാത്രം ഒതുങ്ങി കൂടണ്ട ഞാന് പൊന്നാനിയിൽ വന്നിട്ട് ഇപ്പൊ ഒരു 10 ആൾക്കാർ കൂടിയ സദസ്സില് എന്റെ സ്ഥലം എവിടെയാ? ഞാൻ പൊന്നാനിയിൽ എവിടെയാ? പാട്ട് എഴുതുന്ന ഫൈസലിനെ അറിയാം ചില ആൾക്കാർ അങ്ങനെ. ഫൈസൽ പൊന്നാനി, ഫൈസൽ പൊന്നാനിന്റെ വൈഫാണ്. അത് പറയുമ്പം ആ ഒരു അഡ്രസ്സ് ഇപ്പൊ എന്റെ നാട്ടിൽ പോയിട്ട് പോയി പറഞ്ഞു കഴിഞ്ഞാല് അതാരാണ്? അത് അവിടുത്തെ മറിയല്ലേ, മറിയത്തിന്റെ മോളില്ലേ, മറിയത്തിന്റെ മോള് നബീസ അല്ല, മറിയത്തിന്റെ മോള് നബീസ. പക്ഷെ നേരെ തിരിച്ചിട്ട് എന്റെ നാട്ടിൽ നിന്ന് പറഞ്ഞുതരാം. എന്റെ നാട്ടില് പൊന്നാനിക്ക് മാധവ് ഇപ്പൊ. പക്ഷെ അതിനേക്കാളും എന്റെ നാട്ടിൽ ഞാൻ നബീസായിട്ട് അറിയുന്നതിനേക്കാളും ഇവിടെ ഞാൻ ഫൈസൽ പൊന്നാനിന്റെ ഭാര്യ എന്ന നിലയിൽ അറിയപ്പെടുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. എന്നെ വീട്ടുകാരില്ല, പക്ഷെ എന്റെ ഉമ്മ അത് വെച്ചിട്ട് എന്റെ ഉമ്മാന്റെ മോളെന്നാണ് ഞാന്. അതൊക്കെ ഇല്ല എന്റെ ഉമ്മ. കാരണം വെച്ചാൽ എന്റെ നാട്ടില് അങ്ങനെ അറിയപ്പെടുന്നതിനേക്കാളും എന്റെ നാട്ടില് എന്റെ ഉമ്മാന്റെ മോള് എന്ന് എന്താ പറയാ, നമുക്ക് അതൊരു കണ്ടന്റ് ആക്കി വേറെ ഇടാം. ഇപ്പൊ ഇവിടെ എല്ലാരും ആഘോഷിക്കുന്നില്ലേ നെഫിയ? മറ്റേ ഇപ്പം ഈ അടുത്ത് ആ മരിച്ചുപോയ പയ്യന് വീൽ ചെയറിൽ ഇരിക്കുന്ന കഴുത്തിന് കീഴെ കഴുത്ത് പ്രണവ്, അവന്റെ ജീവിതത്തിലേക്ക് വന്ന ആള്. അതിന്റെ മുന്നേ വേറെ ആർക്കും ഇപ്പം ഇങ്ങനെ നമ്മളെ എന്നെ പൊരയ്ക്കുന്ന ഞാൻ കാറിനകത്തിരിക്കുമ്പോൾ ഇത് പുതിയ എന്നെ ആദ്യമായിട്ട് കാണുന്നവർ, ഞങ്ങളെ കാണുന്നവർ കേൾക്കുന്നവർ വിചാരിക്കുന്നുണ്ടാവും വലിയ മഹിമയിൽ ഇങ്ങനെ കാറിനകത്തിരിക്കുന്നു. പുറത്തിരുന്ന് വീഡിയോ ചെയ്യാനുള്ള എന്താ പറയാ ശാരീരിക പ്രയാസം കൊണ്ടാണ് വീൽ ചെയറിൽ ഇരിക്കേണ്ടി വരും. വീൽ ചെയറിൽ ഇരുന്ന് ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഒരു എന്തോ ഒരു അപകർഷതാബോധം അതൊക്കെ മാറും വഴി അല്ലേ. മറ്റു നമ്മൾ ഇപ്പൊ കാറിനകത്ത് ഇരിക്കണമെന്നുള്ളൂ. പക്ഷെ ആ കാറിനകത്ത് ഇരിക്കാൻ പറ്റാത്ത തന്നെ കാറിനകത്ത് കൊടുന്ന് ഇരുത്തിയതിന് എന്റെ കെട്ടികൾക്ക് വലിയൊരു പങ്കുണ്ട് കേട്ടോ. അതൊക്കെ വരും വഴിയെ ഞങ്ങളെ അറിയാത്ത പുതിയ മെമ്പേഴ്സിനൊക്കെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ്. ഇപ്പൊ ഈ പറയുന്ന പലരും പല വീരകൃത്യങ്ങൾ പറയുമ്പോൾ അതിന് മുന്നേ ഇങ്ങനെ 14 വർഷമായി എനിക്ക് വീൽ ചെയറിൽ ഇരിക്കുന്ന നടക്കാൻ കഴിയാത്ത എന്നെ അവളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയിട്ട് കൂടെ കൂട്ടിയിട്ട് 14 വർഷങ്ങൾ കഴിഞ്ഞു. നീണ്ട 14 തടവറയില അങ്ങനെയൊന്നുമില്ല. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്ര സജീവമായിട്ട് വരുന്നതിനേക്കാളും മുന്നേ, അതായത് ഈ ഫോണും യൂട്യൂബും ആ കാലത്ത് ഇത്ര സജീവമായിട്ട് ഫോണല്ല പക്ഷെ യൂട്യൂബ് ഇല്ലാത്തതിന്റെ കാലത്ത് 14 വർഷത്തിന് മുന്നേ ഞാൻ ഫൈസൽ ഖാന്റെ ജീവിതത്തേക്ക് വന്നു. പക്ഷെ അന്ന് ഇതുപോലെ ആരും കൊട്ടിഘോഷിക്കാനോ കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് നമ്മൾ ഓർമ്മ ഉണ്ടാവും. റൂമിൽ നിൽക്കുമ്പോ എന്റെ ഫ്രണ്ട് ഇവിടെ പ്രാദേശിക ലേഖകനാണ്. അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മാതൃഭൂമിന്റെ മനോരമയുടെ പ്രാദേശിക ലേഖകന്മാര് നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. കാരണം അവർ ഒരു കൗതുകമുള്ളവരാണ്. കാരണം നട്ടലിന് ക്ഷതമേറ്റ് വീൽ ചെയറിലെ ഒരാളുടെ ജീവിതത്തിലേക്ക് ഒരു പങ്കാളി വന്നിരിക്കുന്നു. അന്ന് അത് വളരെ അപൂർവമായ ഇന്നിപ്പോ പലപ്പോഴും സോഷ്യൽ മീഡിയ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന കാലത്ത് പലരും ഇങ്ങനെ സാഹസത്തിന് മുതിർന്നിട്ടുണ്ട്. പലരുടെ ജീവിതത്തിലേക്ക് പോയി വളരെ സന്തോഷത്തിൽ ജീവിക്കുന്നവരുണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ എല്ലാം തികഞ്ഞ അവൾക്ക് ഒത്ത ഒരു ഭർത്താവാണ് ഞാൻ. പക്ഷെ ഫിസിക്കലി ഞാൻ അൺഫിറ്റ് ആണ്. അരക്കിക്ക് പോട്ട് പാതി ചത്തവനെ പോലെ സെഞ്ചി ഒന്നും അടിക്കണ്ട, ഞാൻ ഓക്കെയാണ്. അതായത് അതൊക്കെ നമ്മൾ വേറൊരു എപ്പിസോഡിൽ പറയാം കേട്ടാ. ഇപ്പൊ വേടനായിരുന്നല്ലോ വിഷയം. 13 മിനിറ്റ് ഓവറായി. അപ്പൊ അടുത്ത നെക്സ്റ്റ് എപ്പിസോഡിൽ ഞങ്ങള് എന്താ പറയാ കൂടുതൽ വിശേഷങ്ങൾ കുറെ കാര്യങ്ങൾ ഇതേപോലെ വേടനല്ലാതെ മറ്റു വിഷയങ്ങളൊക്കെ ഈ ഞങ്ങളിപ്പോ ഏകദേശം 5-5:30-6 മണിയോടെ അടുത്ത് ഈ സായന വേളയിൽ ഞങ്ങളെ പൊട്ടത്തരങ്ങളൊക്കെ കേൾക്കാനും സഹിക്കാനൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും ഇവളുടെ പ്രിയ പ്രേക്ഷകരുണ്ടാവും വിചാരിക്കണം കൂട്ടത്തില്. എന്റെ എന്നെ കൂടെ കൂടെ കൂട്ടാൻ പറയും നിങ്ങളെ പ്രേക്ഷകർ. എനിക്ക് ഇട്ടാവട്ടത്തുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളില് അറിയുന്ന ആൾക്കാരാണ്. എഴുത്തുകാർക്കൊന്നും വലിയ അങ്ങനെ പ്രസക്തി ഒന്നുമില്ല. അപ്പൊ ഇനിയിപ്പോ ഈ വ്ളോഗിലൂടെ ആരെങ്കിലൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വേണം ഇത് എപ്പൊ തുടങ്ങണ്ടാണ്. എന്റെ ഫ്രണ്ട്സ് ഇവിടെ അടുത്ത് പറഞ്ഞേ, ആദ്യം 2 വർഷം മുമ്പ് ഇങ്ങനെ വ്ളോഗും പറച്ചിലൊക്കെ ആയിട്ട് കാരണം നമ്മൾ വീട്ടിനകത്ത് ഇരിക്കണല്ലേ. എനിക്ക് ഭയങ്കര ശ്വാസം മുട്ട, വീട്ടിനകത്ത് ഭയങ്കര ഇടങ്ങറ. അതിലൊക്കെ പഠിച്ചവനോട് വല്ലാത്ത ഞാൻ നന്ദിയുള്ളവനാണ്. കാരണം എന്താ പറഞ്ഞാൽ നെഫി വന്നതിന് ശേഷം ഇവള് വന്നതിന് ശേഷം കേട്ടാ ഒക്കെ വിശദമായിട്ട് പിന്നീട് വരുന്ന എപ്പിസോഡിൽ പറയാം നമ്മള്. പക്ഷെ ഇതിനൊക്കെ ഒരു നിദാനമായ ഇവളോട് ഉള്ള ഒരു കടപ്പാട് വേറെ തന്നെയാണ്. ഇപ്പൊ ഇവിടെ വന്നിരുന്ന് ബ്ലോഗ് തുടങ്ങി നെഫി എന്ന് പറഞ്ഞാൽ ആദ്യം ഇവള് പറഞ്ഞ് ഒരു ചാനൽ ഉണ്ടാക്കി കൊടുത്തു. അത് 2-3 വീഡിയോസ് ഇട്ട് മടിയായി.
ആള് ഇങ്ങനെ കുത്തലാണ്ട് റീച്ച് ഉണ്ടാവും അങ്ങനെ കയറും കുറെ പൈസ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു. എനിക്ക് പൈസ അപ്പൊ ഞാൻ ഇവിടെ ആദ്യം പറഞ്ഞു കൊടുത്തൊരു കാര്യം പറയാം, സത്യസന്ധമായി പറയാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അധികം ഒന്നും പ്രതീക്ഷിക്കരുത്, ഒന്നിനെ കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കരുത്. പക്ഷെ നമുക്ക് എന്താണ്, നമുക്ക് നമ്മളെ കുറച്ച് ഫാമിലിനെ കിട്ടും, നമ്മളെ തിരിച്ചറിയുന്ന. എവിടെയെങ്കിലും യാത്രാമധ്യേ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി, ഇപ്പൊ എന്നെ പോലത്തെ ഒരാൾക്കൊക്കെ പറയാം, പെട്ടെന്ന് നമ്മളെ ഒന്ന് തിരിച്ചറിയുന്ന രണ്ടാള്, ഇന്നാളല്ലേ ഫൈസൽക്കല്ലേ അല്ലെങ്കിൽ നെഫി രണ്ടാളെ വീഡിയോ കാണാറുണ്ട് കേട്ടോ, അവരോടൊരു ഹെൽപ്പ് ചോദിക്കാൻ മതി. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കരുത്. കാരണം വ്ളോഗർമാർ പെറ്റുപെരുക ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് എന്ത് പ്രസക്തി എന്നുള്ളതാണ്. അതും ഇപ്പോൾ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ ഒരു കാര്യമില്ല എന്ന് പറയാം. പക്ഷെ ഇങ്ങനെ കുറെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഒരു 100 പേരെ കിട്ടിയാൽ വേണ്ടോ നമ്മൾ അറിയുന്നവരെ, അത് പറയാം. എൻ്റെ വർക്കുകൾ അറിയുന്ന ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും, അതിൽ അല്ലാത്തവരും ഉണ്ടാവും, നിന്റെ ഫാൻസും ഉണ്ടാവും. പിന്നീട് ഫാൻസായി മാറും. എനിക്ക് ആഗ്രഹമുണ്ട് വ്ളോഗർ നഫീസാന്റെ ഭർത്താവ് എന്ന രീതിയിൽ അറിയപ്പെടാൻ. എനിക്ക് അങ്ങനെ ആഗ്രഹം. നിങ്ങൾ തല്ലുകൂടണ്ട. അപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താണ്, എനിക്ക് എന്റെ ആഗ്രഹം സഫലീകരിക്കാൻ എന്റെ കൂടെ ഒന്ന് നിൽക്കുക. കാരണം വ്ളോഗർ നഫീസയുടെ, അതായത് നഫീസ എന്ന് പറയണം, നഫി ഫൈസലിന്റെ അങ്ങനെ പറയില്ലല്ലോ, വ്ളോഗർ നഫീസാന്റെ ഭർത്താവാണ്. ഇപ്പൊ എന്റെ ഒരു പാട്ട് ഇറ്റായാലും അടാ തന്നെ നമ്മളെ വ്ളോഗറിന്റെ ഹസ്ബൻഡാണ്, അങ്ങനെ ആവണം. മിണ്ടായിരിക്കും. എന്നാ പിന്നെ ഇപ്പൊ ഇതോടെ തീരും. അവര് സബ്സ്ക്രൈബ് ചെയ്തവര് അവര് ഇട്ടേച്ച് പോകും. ശരി, അതിന് നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യും നമ്മളെ. ഇപ്പൊ ഒരു 16 മിനിറ്റ് ആയി. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് വല്ലാതെ കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഒരു പൂർണ്ണ. അപ്പൊ വേടനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നതൊക്കെ ഭാഗികമായി അവിടെ എടുക്കുകയാണ്. വേടനെ കുറിച്ച് എല്ലാവർക്കും എല്ലാം അറിയാം, ആരും അറിയാത്തവരൊന്നുമില്ല. നമ്മള് നമ്മുടെ വൈകുന്നേര ചർച്ചകളിൽ പല വിഷയങ്ങൾ ഇങ്ങനെ പൊട്ടത്തരങ്ങളൊക്കെ വരും. പക്ഷെ വേടനെ കുറിച്ച് പറഞ്ഞാൽ അത്രയും പൊട്ടത്തരങ്ങളൊന്നുമല്ല കേട്ടോ. വേടൻ 1.5 മുതലാണ്. ഞങ്ങൾ ബോധപൂർവ്വം അല്ല ഇതാണ്ടല്ലോ. ബ്ലാക്കിന്റെ സൗന്ദര്യം കണ്ടില്ലേ അല്ലേ? അതാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ.